ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുടെ ഉള്ളിൽ നടക്കുന്നൊരു മനുഷ്യൻ. അതല്ലെങ്കിൽ ഇയാളെ തൊട്ട് കഴിഞ്ഞാൽ ലോകത്തിൽ ആരെയും തൊടാം എന്നുള്ള ചിന്ത നമുക്കൊക്കെ കൊണ്ടുവരുന്ന ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റ് അല്ലേ. ലോക പോലീസ്, ലോക ഗുണ്ട, ലോക തമ്മാടി, ഈ പേരുകളൊക്കെ ഉണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരാളുടെ എതിരെ അല്ലെങ്കിൽ ഇടയിലോട്ട് കയറി ചെന്നിട്ട് വെറും ഒരു തോക്കുമായിട്ട് ഏകദേശം 3000-3500 ആളുകൾ ഗ്യാദർ ചെയ്തൊരു പരിപാടിയിലേക്ക് തോക്കുമായിട്ട് വെറുതെ പോയ ഒരാൾക്ക് വെടിവെച്ച് കൊന്നുവരാം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഒന്നുകിൽ അയാളൊരു ഭ്രാന്തനായിരിക്കണം, അതല്ലെങ്കിൽ എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ പറ. ഏതാണെങ്കിലും കാലിഫോർണിയ സ്വദേശിയാണ് ഈ ഒരു പരിപാടി, ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. ആളുടെ പേര്, ഡീറ്റെയിൽസ്, വിവരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ദ പേഴ്സൺ ഹു ഓപ്പൺ ഫയർ ഇൻ ദ വൈറ്റ് ഹൗസ് ലോബി ഈസ് കോൾ തോമസ് അലൻ ഫ്രം കാലിഫോർണിയ. 31 വയസ്സുണ്ട്. ആൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ അറസ്റ്റ് ചെയ്തു. ഇയാൾ എന്തിനിത് ചെയ്തു, ഏതിന് ചെയ്തു എന്നറിയില്ല. ഈ ഹോട്ടലിൽ, ഈ ഹിൽട്ടൺ ഹോട്ടലിൽ ഇയാൾ ഒരാഴ്ചയെങ്കിലും ആയിട്ട് അവിടെ താമസിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഏതാണെങ്കിലും ആ വാർത്തകളൊക്കെ പുറത്തോട്ട് വരട്ടെ. പക്ഷേ വെടിവെച്ച് മിനിറ്റുകൾക്കകം നമ്മുടെ പ്രസിഡന്റിൻ്റെ പോസ്റ്റുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ 1-2 പോസ്റ്റുകളല്ല, പോസ്റ്റുകളുടെ മേലെ പോസ്റ്റുകളാണ്. നമുക്കറിയാം വലിയൊരു പോസ്റ്റ്മാൻ ആണ് എന്നുള്ളതും യുദ്ധം പോലും പോസ്റ്റുകളിലൂടെ ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു കിളവനാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം തന്നെ കൊല്ലാൻ വന്നതും പോസ്റ്റുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ അതിലൂടെ ഒരു വലിയ ബിസിനസ് വരെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഡൊണാൾഡ് ട്രംപ്. അതാണ് ഏറ്റവും വലിയ കോമഡി. അതായത് ഈ ഒരു സംഭവം നടന്നിട്ട് ഫോട്ടോസ്, ഇമേജസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഈ ഒരു അമേരിക്കൻ വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസിൻ്റെ ഒരു ഇയർലി വരുന്ന ഒരു മീറ്റിംഗ് ആണ്. അല്ലെങ്കിൽ മീറ്റിംഗ് അല്ല, ഒരു ഗ്യാതറിംഗ് ആണ്, ഒരു ഡിന്നർ ഗ്യാതറിംഗ് ആണ്. അതിലോട്ടാണ് ഇങ്ങനെ ഒരാൾ വെറുതെ ഒരു തോക്കുമായിട്ട് കയറി വരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ തോക്കുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അയാളെ പിടിക്കാൻ ശ്രമിക്കുന്നു. അയാൾ വെടിവെക്കുന്നു. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് നേരെ വെടി കൊള്ളുന്നു. അയാൾക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് ഒന്നും പറ്റുന്നില്ല. പിന്നെ 8 വെടികൾ അവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വെടികൾ എങ്ങോട്ടൊക്കെ പോയെന്നറിയില്ല. ഏതാണെങ്കിലും ആർക്കും പരിക്കൊന്നുമില്ല. ലോകം തന്നെ ഞെട്ടിയിരിക്കുകയാണ്. നമ്മുടെ ജി വരെ, അല്ലെങ്കിൽ ഈ സംഭവം നടന്ന് മിനിറ്റുകൾക്കകം നമ്മുടെ ജി വരെ വലിയ രീതിയിലുള്ള എന്താ പറയുക, ഒരു അനുശോചനം എന്ന് പറയാൻ പാടില്ല, മരിച്ചിട്ടില്ലല്ലേ, അതിലുള്ള ഒരു വ്യാകുലത വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള കാംനെയ്, അതായത് ഇയാളെക്കാൾ നല്ല രീതിയിൽ, അതായത് ട്രംപിനേക്കാൾ നല്ല രീതിയിൽ നമ്മളുമായിട്ട് നയതന്ത്ര ബന്ധം കാത്തു സൂക്ഷിച്ച് നമ്മളുമായിട്ട് വലിയ വലിയ വ്യാപാരങ്ങൾ, എണ്ണ വ്യാപാരങ്ങൾ ഏർപ്പെട്ട ഒരു മനുഷ്യനെ ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം തെമ്മാടികൾ കൊന്നുകളഞ്ഞ സമയത്ത്, അതായത് കൊലപ്പെടുത്തിയ സമയത്ത് നമ്മുടെ ജി മിണ്ടിയിരുന്നില്ല. കാരണം ജി മിണ്ടിക്കഴിഞ്ഞാൽ ജിയുടെ ഫാദർലാൻഡിൽ നിന്ന് പണി വരും, അല്ലെങ്കിൽ ജിയുടെ ഫാദർലാൻഡിൽ കൂട്ടിക്കൊടുക്കുന്ന അമേരിക്കക്കാരൻ്റെ അടുത്ത് നിന്ന് പണി വരും എന്നുള്ളത് കൊണ്ട് ജി മിണ്ടാണ്ടിരുന്നു. പകരം 10 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടേണ്ട, അല്ലെങ്കിൽ ഹോർമോസ് കടലിൽ കൂടെ നമ്മുടെ കപ്പലുകൾ ഇങ്ങോട്ട് കിടക്കുന്നില്ല, എങ്ങനെയൊക്കെ നിൽക്കി ഞെരുങ്ങിയിട്ടും കപ്പൽ കിടക്കുന്നില്ല എന്ന് കണ്ടപ്പം ജിയുടെ പ്രതിനിധി ഇറാൻ്റെ കോൺസുലേറ്റിൽ പോയിട്ട് ഒരു അനുശോചന കുറിപ്പ് കൊടുത്തു പോന്നു. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇങ്ങോട്ട് വേണ്ട രീതിയിലുള്ള കപ്പലുകളൊക്കെ വിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ജിക്ക് അറിയാം എവിടെ കുനിയണം എന്നുള്ള നല്ല രീതിയിൽ. അതുകൊണ്ട് ജി അന്ന് അവിടെ ഒന്ന് കുനിഞ്ഞു കൊടുത്തു. ഇവിടെ ജി കുനിഞ്ഞിട്ടില്ലെങ്കിൽ ജിയുടെ പണി പോകും. നല്ല വ്യക്തത ഉള്ളതുകൊണ്ട് തന്നെ പരിപാടി നടന്ന്, വെടിവെപ്പ് നടന്ന് മിനിറ്റുകൾക്കൊക്കെ നമ്മുടെ ജി വരെ ജിയുടെ കൺസേൺ അറിയിച്ചിട്ടുണ്ട്. വെടിവെപ്പിന് ശേഷം നടന്നിട്ടുള്ള പത്രസമ്മേളനത്തിൽ വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയിട്ടുള്ള ട്രംപ് ഒരു പ്രധാന സമ്മേളനമാണ്, വാർത്താ സമ്മേളനമാണ് നടത്തിയിട്ടുള്ളത്. ആദ്യം കുറച്ച് മിനിറ്റുകൾ തയ്യാറാക്കിയ പ്രസംഗം അദ്ദേഹം വായിച്ചെങ്കിലും അതിനുശേഷം സ്വന്തം നിലക്ക് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥ ചെന്നിയുടെ അവസ്ഥ പുറത്തോട്ട് വരുന്നത്. കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. വെടിവെപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ട്രംപ് അതൊരു നല്ല വൈകുന്നേരമായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ നില എത്രത്തോളം, അതായത് ഇതിനെ ഒരു വലിയ നല്ല വൈകുന്നേരമായിട്ട് ആണ് ആൾ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ അയാളുടെ എന്താ പറയുക, മനസ്സിൻ്റെ അവസ്ഥ എത്രത്തോളാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. And we looked at all of the conditions that took place tonight, and I will say, you know, it's not a particularly secure building, and I didn't want to say this, but this is why we have to have അക്രമി ഒരു ഷോട്ട് ഗൺ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഹാൻഡ് ഗൺ എന്നീ അടക്കമുള്ള കത്തികൾ കൈവശം വെച്ചിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. അക്രമി ഏപ്രിൽ ആദ്യം മുതൽ തന്നെ ഹിൽട്ടൺ ഹോട്ടലിൽ മുറിയെടുത്തിരുന്നു. ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ചിട്ടാണ് എത്തിയത് എന്ന് സൂചന ഉണ്ട് എന്നാണ് മാധ്യമങ്ങളോട് നമ്മുടെ ട്രംപ് ജി സംസാരിച്ചിട്ടുള്ളത്. സീക്രട്ട് സർവീസ് ഓഫീസേഴ്സ്, അതായത് വെടിവെപ്പിനിടെ ഒരു സീക്രട്ട് സർവീസ് ഓഫീസ് ഉദ്യോഗസ്ഥനാണ് വെടികൊണ്ടിട്ടുള്ളത്. പക്ഷേ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ആയതുകൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല. അപകടങ്ങൾ ഒഴിവായി എന്നും കൂടെ പുള്ളി കൂട്ടിച്ചേർത്തു. അത് കഴിഞ്ഞിട്ട് കാഷ് പട്ടേൽ വരുന്നുണ്ട്. FBI ഡയറക്ടറാണ് അല്ലേ. FBI ഡയറക്ടർ കാഷ് പട്ടേൽ വന്നിട്ടുള്ള സ്തുതിപാഠമായിരുന്നു പിന്നെ നമ്മൾ കേട്ടത്. ട്രംപിനെ കുറേ സ്തുതിച്ചുകൊണ്ടില്ല. അതായത് ഈ ഒരു സംഭവം നടന്നിട്ട് ഇതിനെപ്പറ്റി ഒന്നുമല്ല സംസാരം, ട്രംപിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അതായത് എല്ലാം പ്രിപ്പയർഡ് ആയിട്ട് വെച്ചിട്ടില്ല, എന്തോ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. അതായത് ട്രംപ് ഓൾറെഡി യുദ്ധത്തിൽ തോറ്റുകൊണ്ടിരിക്കുന്നു, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്രങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ തന്നെ ജനസമ്മതി കംപ്ലീറ്റ് ഇടിഞ്ഞ് പൊളിഞ്ഞ് കൂപ്പുകുത്തിയിരിക്കുന്ന അവസ്ഥയിൽ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ ട്രംപിനെ പൊക്കാനും കൂടെ തുടങ്ങി. The president's absolutely right. You saw the best resolve of American law enforcement because you, Mr. President, inspire them 24/7, 365. You give them the resources that they need, and they know that you have their back.
And that is a changing dynamic in this country, and that's why you saw brave Secret Service agents respond immediately, swiftly, subdue and take down the suspect, and safeguard the lives of thousands of individuals at that hotel. അതായത് ട്രംപ് നിർദ്ദേശിച്ച പ്രകാരം വാർത്താ സമ്മേളനത്തിനിടെ ട്രംപിനെ അമിതമായിട്ട് പുകഴ്ത്തുന്ന രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു കാഷ് പട്ടേൽ ഉണ്ടായിരുന്നത്. ഉദ്യോഗസ്ഥർ വളരെ ധീരമായിട്ട് പ്രവർത്തിച്ച് അവരെ ട്രംപ് 24/7 പ്രചോദിപ്പിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്തകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലും ട്രംപിനോട് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് പറയുന്നതിൽ. അതായത് അത് സ്തുതിച്ചിട്ടില്ലെങ്കിലും അതായത് ഈ ട്രംപ് 24/7 ഇവരെ പ്രചോദിപ്പിച്ചിട്ടില്ലെങ്കിലും അവർ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് അമേരിക്കൻ പ്രസിഡന്റിനെ രക്ഷിക്കുക എന്നുള്ളത്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഒരു വലിയ സംഭവമാണ്, വലിയൊരു ആനയാണ്, കൊടച്ചക്കറാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കാഷ് പട്ടേലിൻ്റെ ഒരു സ്തുതിപാഠകമാണ് പിന്നെ നമ്മൾ കണ്ടത്. അപ്പോൾ തന്നെ ആളുകൾ പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതിനുള്ള ഉത്തരങ്ങളൊന്നും ഈ പത്രസമ്മേളനത്തിൽ കൊടുത്തിട്ടില്ല. ഇനി ഷൂട്ടിങ്ങിനിടയിൽ ഈ ബാൽറൂം നിർമ്മാണം എന്നുള്ള പരിപാടിയുണ്ട്. അതായത് ബാൽറൂം എന്ന് പറഞ്ഞാൽ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. വൈറ്റ് ഹൗസിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ്ലി വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ബുള്ളറ്റ് പ്രൂഫിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു റൂം ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി ട്രംപ് വളരെയധികം സംസാരിക്കുന്നുണ്ടായിരുന്നു. All of the attributes of what we're planning at the White House. It's actually a larger room, and it's much more secure. It's drone-proof, it's bulletproof glass. We need the ballroom. That's why Secret Service, that's why the military are demanding it. They've wanted the ballroom for 150 years for lots of different reasons, but today's a little bit different because today we need levels of security that probably nobody's ever seen before. അപ്പം ഇത്തരത്തിലുള്ള ഹിൽട്ടൺ ഹോട്ടൽ പോലത്തെ സ്ഥലങ്ങളിൽ വളരെ കുറവാണ്, പരിമിതമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു ബാൽറൂം നിർമ്മാണം ഒരു വലിയ സംഭവമാണ്. ഞാനൊരു വലിയ ഐഡിയ കൊണ്ടുവന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ബമ്പനാണെന്നൊക്കെ പറയുന്ന രീതിയിൽ അവിടെ ഒരു ബിസിനസ് കൂടെ പുള്ളി അങ്ങ് സംസാരിച്ച് പോയിട്ടുണ്ട്. അതായത് വെടിവെപ്പിൽ തൻ്റെ പുതിയ ബാൽറൂം നിർമ്മാണത്തിനുള്ള ന്യായീകരണം, അതായത് പുള്ളിയാണ് നിർമ്മിക്കുന്നത്, അതിനുള്ള ന്യായീകരിക്കും. എന്തുകൊണ്ട് ഞാൻ നിർമ്മിക്കുന്നത് ഇത്തരത്തിലുള്ള സുരക്ഷകളിൽ നിന്നും അമേരിക്കൻ പ്രസിഡന്റുമാരെ, ഞാനടക്കമുള്ള ഇനി വരാൻ പോകുന്ന പ്രസിഡന്റുമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സംവിധാനം ഞാൻ കൊണ്ടുവരുന്നത്. ഹിൽട്ടൺ ഹോട്ടലിലെ സുരക്ഷ കുറവാണെന്നും താൻ നിർമ്മിക്കുന്ന ബാൽറൂം കംപ്ലീറ്റ്ലി ബുള്ളറ്റ് പ്രൂഫ്, ഗ്ലാസ് പ്രൂഫ് പ്രതിരോധ സംവിധാനങ്ങളും ഉള്ളതിനാൽ അവിടെ കംപ്ലീറ്റ്ലി സുരക്ഷിതമായിരിക്കും എന്നാണ് ട്രംപിൻ്റെ ഒരു വിലയിരുത്തൽ. ഇത് കഴിഞ്ഞപ്പം അടുത്തതായിട്ട് പുള്ളി കൈനീട്ടത് ഇറാൻ്റെ യുദ്ധത്തിനെ പറ്റിയിട്ടായിരുന്നു. അതായത് വെടിവെപ്പിനെ കുറിച്ച് സംസാരിക്കുന്ന ഇടയിൽ പെട്ടെന്നായിരുന്നു ട്രംപ് യുദ്ധത്തിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. People that don't do anything, and it's not going to deter me from winning the war in Iran. I don't know if that had anything to do with it. I really don't think so, based on what we know. But we're going to continue to do a great job. That's all I can do. Thank you very much. We'll see you tomorrow. Thank you. Thank you. ഇത്തരം സംഭവങ്ങൾ തന്നെ ഇറാനിലെ യുദ്ധത്തിൽ നിന്നും ഇറാൻ്റെ യുദ്ധം തന്നെ താൻ വിജയിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ വിജയത്തിനെ മാറ്റി കുറയ്ക്കില്ല എന്നാണ് അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞത്. എന്തിനാണത് പറഞ്ഞത് എന്നാണ് അവിടെ കൂടി എല്ലാവരും അങ്ങനെ കണ്ണു മേടിച്ചിരുന്നത്. അതായത് ഇറാൻ്റെ യുദ്ധത്തിൻ്റെ വിജയത്തിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കില്ല ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ എന്നുള്ളൊരു ഒരു സെൻറ്റൻസ് കൂടെ പുള്ളി അവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആ സ്ഥലത്ത് അപ്രസക്തമായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ എന്തിനാണത് അവിടെ പറഞ്ഞത്, അല്ലെങ്കിൽ എന്തായിരുന്നു ട്രംപിൻ്റെ യഥാർത്ഥ ഉദ്ദേശം, അല്ലെങ്കിൽ ഈ ഒരു വെടിവെപ്പ് പോലും എന്തിനായിരുന്നു എന്നുള്ളത് ചിലപ്പോൾ ആളുകൾ ചിന്തിച്ച് പോയിട്ടുണ്ടാകും ഇത്തരത്തിലുള്ള പ്രതികരണത്തിൻ്റെ ഇടയിൽ കൂടെ. അത് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ കൂടെ പ്രസിഡന്റ് ജോലി ചെയ്യുന്നത് ഈ റേസ് കാർ ഓടിക്കുന്നതിനോടാണ് ട്രംപ് തന്നെ ഉപദേശിച്ചത്. അതായത് അത്രയും സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നുള്ള, അതിൻ്റെ ഇടയ്ക്ക് 1-2 അപകടങ്ങളൊക്കെ അത് ജോലിയുടെ ഭാഗമാണ് എന്നുള്ള രീതിയിലും കൂടെ ട്രംപ് അവിടെ പറഞ്ഞു വെക്കേണ്ടത്. ഇത് കേട്ടപ്പോഴേക്കും അവിടെ കൂടിയിട്ടുള്ള പത്രക്കാരെല്ലാവരും കൂടെ പല ചോദ്യങ്ങളായിട്ട് മുന്നോട്ട് വന്നെങ്കിലും അവിടെ വെച്ച് ആ സ്ക്രിപ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് ആളെ വേഗം അകത്തോട്ട് കൊണ്ടുപോകുന്നതാണ് കണ്ടത്. അപ്പം ഈ വെടിവെപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ വന്നപ്പോഴാണ് ആളുകൾ ചോദിച്ചു തുടങ്ങിയത് യഥാർത്ഥത്തിൽ ഇതാര് വെച്ച വെടിയാണെന്ന്.